പ്രഷറിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഡിക്സൺ ആണ് എറണാകുളത്ത് നിന്ന്. ശ്രീ ഡിക്സൺ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കേരളത്തിൽ BJPക്ക് വലിയ പ്രതീക്ഷയുള്ള നാടാണ്. കഴിഞ്ഞ തവണ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടൊക്കെ വലിയ പ്രഖ്യാപനങ്ങളാണ് ബീഹാറിന് വേണ്ടി ഈ ബജറ്റിലുണ്ടായത്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വിവരം പോലും നിർമ്മലാ സീതാരാമൻ അറിഞ്ഞില്ല എന്നുള്ള മട്ടിലാണ് ആ ബജറ്റ് വന്നിരിക്കുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രഖ്യാപനമെങ്കിലും ഉണ്ടാവേണ്ടതാണ്, അതുപോലുമില്ല. അതെ, കേരളത്തിൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണുന്നത് സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം വർദ്ധിപ്പിച്ചു. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. സംസ്ഥാനത്തിന്റെ നികുതി വിഹിതം വർദ്ധിപ്പിച്ചതോടുകൂടി അടുത്ത സാമ്പത്തിക വർഷം ഏകദേശം ഒരു 12,000 കോടി രൂപ നമുക്ക് വരുമാനത്തിൽ വർദ്ധിക്കും, നികുതി വരുമാനത്തിൽ. എയിംസ് നമുക്ക് പ്രതീക്ഷിച്ച രീതിയിൽ കേരളത്തിന്റെ മധ്യഭാഗത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂര് അല്ലെങ്കിൽ കോഴിക്കോട്. പക്ഷെ അത് നമുക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും അനുവദിക്കാനുള്ള ഒരു ഈ തവണ നിരാശാജനകമായിരുന്നുവെങ്കിലും പോസിറ്റീവായിട്ട് അടുത്ത പ്രാവശ്യമെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കണം. പിന്നെ അടുത്തത് നമുക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ IIT-കൾ കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന നിലവാരം നിലയ്ക്ക് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് IIT-കളൊന്നും അനുവദിച്ചില്ല എന്നുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെന്റിനെ വീണ്ടും സമ്മർദ്ദം ചെലുത്തി നമുക്ക് സപ്ലിമെന്ററി ആയി അനുവദിക്കുകയോ അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും അനുവദിക്കാൻ നമ്മുടെ MP-മാർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ശ്രമിക്കണം. തീർച്ചയായിട്ടും തെക്കേ ഇന്ത്യ സംസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്ക് പരിമിതികളുണ്ട്. ഭരണകക്ഷിയുടെ ഭാഗമല്ല എങ്കിൽ പോലും നമുക്ക് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. നമ്മുടെ MP-മാര് വീണ്ടും ശ്രമിച്ചാൽ സാധിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ പ്രതീക്ഷ അങ്ങനെ. ശ്രീ ഹംസയാണ് പെരുമ്പാവൂരിൽ നിന്നും. ശ്രീ ഹംസ, കേരളത്തെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചാണ്. പക്ഷേ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെയും നിരസിക്കുന്ന ഒരു ബജറ്റാണ് ഉണ്ടായത്. എന്തായിരിക്കും കാരണം? സാറ്, മറുപടി പറയാം. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ബജറ്റിൽ എല്ലാ മേഖലയിലും കേരളത്തെ കഴിഞ്ഞെങ്കിലും ജന്തുവായ കടലാമയെ സംരക്ഷിക്കാൻ തീരുമാനിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ തീരുമാനത്തിൽ ഒരു സന്ദേശം നൽകുന്നുണ്ട് കേരളത്തിന്. കേരളം എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും ഇഴഞ്ഞു നീങ്ങിയാൽ മതി എന്ന വ്യക്തമായ സന്ദേശമാണ് ഈ ബജറ്റിൽ കേരളത്തിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്രയാണ് ഇനി പറയാനുള്ളത്. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ. കടലാമയെ സംരക്ഷിക്കുന്നതിന് നമ്മൾ എതിരൊന്നുമല്ല, കടലാമയെ സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. അത് ഈ ഒരു പദ്ധതിയുമില്ലാതെ തന്നെ ഈ തീരപ്രദേശത്തൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുമൊക്കെ ഉണ്ട്, ചില വ്യക്തികളുമൊക്കെ ഉണ്ട്. അവർ ആമയുടെ മുട്ട ആരും എടുത്തുകൊണ്ട് പോകാതെ, മറ്റു മൃഗങ്ങളൊന്നും തട്ടിക്കൊണ്ട് പോകാതെ അതിന് സംരക്ഷണം കൊടുത്ത് അതിനെ വിരിയിച്ച് കടലിലേക്കൊക്കെ ഇറക്കി വിടുന്നതൊക്കെ നമ്മൾ സ്വന്തമായി ചെയ്യുന്ന കാര്യമാണ്. അതിൽ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ വളരെ നല്ലത്. സർക്കാർ ആ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളത്. അതിന് എതിരല്ല നമ്മൾ. പക്ഷേ നമ്മുടെ വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കടലാമ കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടോളെന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നമുക്ക് പറയേണ്ടി വരുന്നത്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്താണ് ഈ ബജറ്റിനെ കുറിച്ച്, കേരളത്തോട് ഈ ബജറ്റ് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. ഈ മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന് നമുക്ക് കിട്ടേണ്ട ഒരു വിഹിതം അഥവാ അർഹതപ്പെട്ട ഒരു സ്ഥാനം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതിൽ അതീവ ദുഃഖമുണ്ട്. ഈ എയിംസിന്റെ കാര്യത്തിലായാലും റെയിൽവേയുടെ കാര്യത്തിലായാലും പല മേഖലയിലും നമുക്ക് കുറച്ചുകൂടി സഹായമല്ല, പ്രാധാന്യം ഒരു കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നൽകേണ്ടതായിരുന്നു. പിന്നെ എനിക്കതിൽ ഒരു ചെറിയൊരു സംശയം പിന്നെ ഉള്ളത്, എന്തായാലും ഇലക്ഷനും ആണ്. സംസ്ഥാന ഇലക്ഷൻ വരുന്നതിന് മുമ്പായിട്ട് ഒരു പ്രതിനിധി സംഘം പോവുകയും അതിന്റെ ഫലമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്ന ഒരു സമ്പ്രദായവും കൂടി ഉണ്ടാവും. ഇപ്പൊ പ്രഖ്യാപിച്ചാൽ ചിലപ്പോൾ ഇനി ഇലക്ഷൻ വരുമ്പോഴേക്കും മറന്നുപോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടോ, ഇനിയിപ്പോ പ്രതിനിധി സംഘത്തിന്റെ പേരിൽ അന്നേരത്തെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം വരുമെന്ന് ചെറിയൊരു സംശയമുണ്ട്. എനിക്ക് തീർത്ത് പറയാൻ പറ്റില്ല, എന്റെ ഒരു ചെറിയ സംശയമാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ ലഭിച്ച സംഗതികൾ തീർത്തും പോരാ. നമുക്ക് എന്താ പറയാ, മോശമായാണ് എനിക്ക് കാണപ്പെട്ടത്, അറിയാൻ വേണ്ടിയിട്ടാണ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകണം. അഖിലാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ അഖിൽ, താങ്കൾ എങ്ങനെയാണ് ഈ ബജറ്റ്, തിരുവനന്തപുരത്ത് എങ്ങനെയാണ്, ഈ കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന ആളാണോ അതോ അതിന് പുറത്തുള്ള ആളാണോ?
ഞാൻ കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്ന ആളാണ്. ശരി, ഓക്കെ. ഇത്തവണ തിരുവനന്തപുരത്തിന് BJPക്ക് ചരിത്രത്തിലാദ്യമായി ഭരണം കിട്ടുന്നു. അങ്ങനെ ഒരു ആഘോഷ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വരുന്നു. അതൊക്കെ നല്ല കാര്യം, സന്തോഷം. എല്ലാവർക്കും വലിയ പ്രതീക്ഷയൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഒരു നഗരസഭയുടെ അധികാരത്തിൻ്റെ ഏൽക്കുമ്പോൾ അവിടേക്ക് എത്തുക എന്നൊക്കെ പറയുമ്പോൾ ബജറ്റിൽ കൂടി അത് പ്രതിഫലിക്കുമെന്ന് കുറേയേറെ പേരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി ഞങ്ങളുടെ അവിടെ വന്നത് കൂടുതൽ ബഡ്ജറ്റിന് ഗുണകരമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് വർഷങ്ങളായിട്ട് കേരളത്തിൽ നമുക്ക് എയിംസ് എന്ന് പറയുന്നത് ഒരു ആവശ്യം തന്നെയായിരുന്നു. ഇത്തവണ അത് അനുവദിച്ചില്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ കേന്ദ്രം തന്നെ പറയുന്നുണ്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ആരോഗ്യ രംഗത്ത് വളരെ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണെന്ന്. എന്നിട്ടും അതിന് നേരെ കണ്ണടച്ചത് വളരെ മോശം തന്നെയാണ്. ശരി, ശ്രീ സോനു ആണ്, എറണാകുളത്ത് നിന്നാണ്. ശ്രീ സോനു, താങ്കൾക്ക് അഭിപ്രായം പറയാം. സോനുവിന്റെ അഭിപ്രായം കേൾക്കാൻ വയ്യ, കുറച്ചുകൂടി ഉറക്കെ ഫോണിനോട് അടുത്തെന്ന് പറയുമോ? ഇങ്ങനെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ നമുക്ക് ഇങ്ങനൊരു സംസ്ഥാനത്തിന് അല്ലെങ്കിൽ കുറച്ച് സംസ്ഥാനങ്ങളെ അവഗണിക്കുന്നത് ശരിയല്ല. എയിംസും അതിവേഗ റെയിൽവേയും കേരളത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് അവഗണിച്ചത് വളരെ മോശമായി പോയെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, മറ്റൊരു പ്രശ്നത്തിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വേഗത്തിൽ നോക്കേണ്ടതുണ്ട്. നമ്മൾ അല്പം വൈകിയായിരുന്നു ഇന്ന് തുടങ്ങിയത്. സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അതിനിടയിൽ നമുക്ക് യൂട്യൂബ് കമന്റുകളിലേക്ക് വരാം. പെട്ടെന്ന് അത് എടുത്തപ്പോൾ അത് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ശ്രീ സന്തോഷ്, താങ്കൾ പറഞ്ഞോളൂ. തീർത്തും നിരാശയായ ഒരു ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമൻ. നമുക്കാകെ കിട്ടിയത് എന്താണ്? കേരളത്തിന് വന്നത് ഇവിടെ തുറമുഖ ധാതു മണൽ ഖനനത്തിന്റെ. അത് നമുക്കെന്താണ് ഈ ഖനനം ഇത് ഉള്ളതൊക്കെ വാരിക്കൊണ്ടു പോകുന്നുള്ളത്? കേരളത്തിന് എന്താണ് അത് കൊണ്ട് ഉപകാരമുള്ളത്? നേരത്തെ സാറ് തന്നെ പറഞ്ഞിട്ട് പിന്നെ തിരുവനന്തപുരം പ്രധാനമന്ത്രി വന്നപ്പോ അതിൽ മുഖേനെങ്കിലും ഒരു പ്രഖ്യാപനം വരുമെന്ന്. ഇതേ പ്രധാനമന്ത്രി ചൂരൽമല വന്നതാണ്. എന്നിട്ട് എന്തായി ചൂരൽമലയിലെ അവസ്ഥ? അവർക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയം കൊണ്ട് അവർക്ക് വലിയ പ്രയോജനമില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. ഒരു ഘടകകക്ഷി പോലും ഇല്ല. ഒരു ഭരണത്തിലിരിക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്ത് അധികാരത്തിൽ പിന്താങ്ങാൻ വേണ്ടി പോലും അവർക്ക് ആവശ്യമില്ല. പിന്നെ എന്തിനാണ് കേരളത്തിൽ താങ്ങുന്നത് എന്നുള്ള ഒരു ചിന്തയായിരിക്കാം. ആകെ 20 MP-മാരാണ് പിന്നെ കേരളത്തിനുള്ളത്. ശരി, ഓക്കെ. ശ്രീ സന്തോഷ്, നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. എന്തായാലും കേരളത്തോട് കേന്ദ്ര ബജറ്റ് കാണിച്ച രീതി, അല്ലെങ്കിൽ കേരളം എന്ന സംസ്ഥാനത്തിന് അർഹമായതുപോലും ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാൻ കഴിയാത്തതിനെതിരെ ശക്തമായ ശബ്ദം തന്നെയാണ് പൊതുവേദിയിൽ ഉണ്ടായത്. ഇത്തവണയെങ്കിലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടെങ്കിലും അത്തരം ചില പ്രഖ്യാപനങ്ങൾ, എയിംസിൻ്റെ പ്രഖ്യാപനവും ഈ അതിവേഗ റെയിൽ പദ്ധതിയും ഒക്കെ പ്രഖ്യാപിക്കുമെന്ന് കേരളം പ്രതീക്ഷിച്ചാണ്. അതടക്കം നിരവധി പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ടായിരുന്നു. 28ഓളം ആവശ്യങ്ങൾ കേരളം അക്കമിട്ട് നൽകിയതാണ്. അവിടെയെങ്കിലും യാതൊരു പരിഗണനയും കേരളത്തിനുണ്ടായില്ല. അതിനെതിരായ ഒരു വികാരം കൂടിയാണ് പൊതുവേദിയിലെ ഭൂരിപക്ഷം പ്രേക്ഷകരും, എല്ലാ പ്രേക്ഷകരും തന്നെ അത് പ്രകടിപ്പിച്ചത്. എന്തായാലും നാളെയും വൈകുന്നേരം 4 മണിക്ക് ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.